ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ബ്രദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ സൗദി അറേബ്യയിലെ അബഹ കമീസ് എന്ന ഏരിയയിലാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. ഞങ്ങളിന്ന് റൂമിലെല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് കരുതി ഞങ്ങൾ ഇവിടുത്തെ ഒരു ആടുചന്തയിലോട്ട് പോവുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അവിടെ വന്ന് നോക്കണം. ഞങ്ങൾ പോയി കണ്ടപ്പോഴല്ലേ സംഭവം മനസ്സിലായത്. എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ആട്, ഒട്ടകം, കോഴി എന്ന് വേണ്ട എല്ലാ ജംഗമുഖ ഐറ്റങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വന്ന് മേടിക്കാവുന്നതാണ്. അവിടെ അത് കട്ട് ചെയ്ത് തരാൻ ആളുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട, നിങ്ങളെല്ലാവരും വന്ന് മേടിക്കണം. ഇനി നമ്മൾ ആട് ചന്തയിലോട്ടൊന്ന് പോവുകയാണ്. കണ്ടോളൂ. ഇതാണ് നമ്മുടെ കമീസിലെ ആട് ചന്ത. ഇവിടെ നിന്ന് നമ്മളൊരു ആടിനെ മേടിച്ചു റൂമിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കിച്ചൺ ലാബിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കടന്നു വരൂ. ഇതാ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്ന് പുതിയൊരു വെറൈറ്റി വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കിച്ചൺ ഡാൻസിലൂടെ നമ്മുടെ കുക്കിംഗ് പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇതാ നിങ്ങൾ കണ്ടോളൂ. ആദ്യമായി ഞങ്ങളത് ഒരു ഇരുമ്പ് ചട്ടി എടുത്തു സ്റ്റൗവിൽ വെക്കുകയാണ്. ഇത് എന്തിനാണെന്ന് അറിയേണ്ടത്, ഇത് നമ്മൾ ബിരിയാണിക്ക് മുന്നേ വറവ് സെറ്റാക്കി വെക്കുകയാണ്. നമ്മുടെ കാഷ്നട്ട്, മുന്തിരി, സവാള എല്ലാം വറുത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. അതിനായി ഞങ്ങൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചാണ് വറവ് ശരിയാക്കുന്നത്. അതിനായി കുറച്ച് സവാള ഇട്ടു അതിനെ വറുത്തെടുക്കാൻ പോവുകയാണ്. അത് ഒരു പരുവത്തിന് നമ്മൾ വറുത്തെടുക്കണം. അതല്ലെങ്കിൽ മൂത്ത് പോയാൽ അതിന് ടേസ്റ്റ് കാണൂല കേട്ടോ, അതിൻ്റെ കയ്പുണ്ടാവും. ഇതാണ് അതിൻ്റെ പരുവം. ആ പരുവം എന്താ ഇത് കണ്ടോളൂ നിങ്ങൾ. ഇതേപോലെ ഈ കളറേ ആകാവൂ. നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് നമ്മൾ ആ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഒരല്പം പഞ്ചസാര അതിലോട്ട് വിതറണം. ഇത് നമ്മുടെ റൈസിനും മട്ടൻ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് എല്ലാത്തിനും നല്ലതാണ്. കാഷ്നട്ട് ഗോൾഡൻ പരുവമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കോരി ഇടുകയാണ്. അടുത്തതായി ഞങ്ങൾ ഉണക്ക മുന്തിരിയാണ് ഇട്ട് വറുക്കാൻ പോകുന്നത്. ഉണക്ക മുന്തിരി നമ്മുടെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഊറ്റിയെടുക്കണം. അടുത്തതായി ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന രമ്പയില, പുതിനയില, മല്ലിയില, ഇത് മൂന്നും കൂടി നമ്മൾ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇത് ചോറിനും ഈ മട്ടൻ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, മണവും ഉണ്ടാവും. ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് ചേർക്കുന്നത്. അല്ലാത്തവർക്ക് പച്ച രീതിക്കും ചേർക്കാം, അത് വേറൊരു മണവും ടേസ്റ്റുമായിരിക്കും കേട്ടോ. അടുത്തതായി ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മട്ടൻ കറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് ഞങ്ങൾ കുക്കറെടുത്ത് സ്റ്റൗവിൽ വെക്കുകയാണ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ബാലൻസാണ്, നമ്മൾ ബിരിയാണിക്ക് വറുത്തേണ്ട എണ്ണയാണ്. അതിൽ കുറവ് വന്നുകൊണ്ട് നമ്മൾ ഒരല്പം കോക്കനട്ട് ഓയിലും കൂടെ ഒഴിക്കുകയാണ്. നമ്മുടെ കുക്കർ ചൂടായതിന് ശേഷം ഞങ്ങൾ ഒരല്പം ഉലുവ ഇടാൻ പോവുകയാണ് കേട്ടോ. ഉലുവ ഇട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു 5 കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനായി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുകയാണ്. സവാള നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം മാത്രമേ മറ്റുള്ളതെല്ലാം ചേർക്കാവൂ. വാടി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, രണ്ടാമത് വെളുത്തുള്ളി, മൂന്നാമതായി പച്ചമുളക്, നാലാമതായി നമ്മുടെ മസാലകളെല്ലാം ചേർക്കാൻ പോവുകയാണ്. കണ്ട ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ചീരകം അങ്ങനെയുള്ള ഇലകളും എല്ലാം ഞങ്ങൾ ചേർക്കുകയാണ്. അടുത്തായി തക്കാളി ചേർത്തു. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഇതൊന്ന് ഓപ്പണാക്കി നോക്കാം. വാവ്, സൂപ്പർ മണം തന്നെ കേട്ടോ, അടിപൊളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ
നമ്മൾ ഇത് ബിരിയാണി റൈസിന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോവുകയാണ്. മട്ടൻ കറി ഒന്ന് നോക്കാം. കണ്ട, ഇതാണ് നമ്മുടെ മട്ടൻ കറി. ഇനി നമ്മൾ അടച്ചു വെച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ ബിരിയാണി ചെമ്പാണ് നമ്മൾ സ്റ്റൗവിൽ വെച്ചത്. നമ്മുടെ വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ നമ്മുടെ സൺഫ്ലവറോ ഏത് ഓയിലും ആയാലും നമുക്ക് ഒഴിക്കാം. ഒരല്പം ഗീയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ബിരിയാണിക്കായി ചെയ്യാൻ പോവുകയാണ്. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഞങ്ങൾ തല്ലി വെച്ചിരുന്നു. അതിനെ നമ്മളായിരുന്നു. ബാക്കി ഇതാ നമ്മുടെ ക്യാരറ്റാണ് ഇടാൻ പോകുന്നത്. ഇത് ചോറിന് ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇത് നമ്മുടെ ചോറിന് കളർഫുള്ളിനാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇതാണ് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇത് നമ്മൾ ഈ ഇതിലോട്ട് ചേർക്കുകയാണ്. ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഈ പാത്രത്തിനാണ് നമ്മൾ ഒരു പാത്രം നമ്മൾ അരി എടുത്തത്. അതിന് തന്നെ 2 പാത്രം വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. അതായത് ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് അളവ്. ഓക്കെ, നമ്മൾ ഒന്നും കൂടെ എടുത്ത് ഒഴിക്കുകയാണ്. ഇതാണ് നമുക്ക് ബിരിയാണിക്ക് പാകം. ഏതായിരിക്കും നമുക്ക് ഇത് തന്നെയാണ് അളവ്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മളിത് അടച്ചു വയ്ക്കുകയാണ്. തീ ഒന്ന് കൂട്ടുന്നു, തിളച്ച് വരികയാണ്. അപ്പോഴേക്കും നമ്മൾ ഒരു അല്പം കൂടി മല്ലിയിലയും രമ്പയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നമ്മൾ അടച്ചു. അതിനുശേഷം നമ്മളൊരു അല്പം ഗീ ഒഴിച്ചു. നല്ലതുപോലെ വെള്ളം തിളച്ച് വരികയാണ്. ഇനി നമ്മൾ നമ്മുടെ ജീരകശാല അരിയാണ് നമ്മൾ നല്ലതുപോലെ കഴുകി വെച്ചിരുന്നത്. നമ്മൾ അരി ഇടാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളിതാ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു അരമുറി നാരങ്ങയാണ് അതിൽ പിഴിഞ്ഞൊഴിച്ചത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക, തീ കൂട്ടി കൊടുക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് തീ കൂടി ഒന്ന് തിള വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നല്ലതുപോലെ തിളച്ചു. ഇനി തീ ഒന്ന് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ വറവ് ഇടുകയാണ്. ഈ വറവ് ഇട്ട് കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റും മണവും സോഫ്റ്റും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇറച്ചിക്കും ചേർക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക. നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി വരികയാണ് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇലകളെല്ലാം നമ്മൾ ചേർത്തു. ഫസ്റ്റ് ലെയറായി നമ്മൾ റൈസ് അതിലോട്ട് ചേർക്കുകയാണ്. നമ്മളിനി അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുകയാണ്. ഒരല്പം വറവും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇടണം. ഒരു അല്പം നെയ്യ് ഒഴിച്ചു വറവിട്ടൊന്ന് സെറ്റാക്കുകയാണ്. അപ്പം മുകളിലത്തെ ലെയറിനും കൂടെ ആ സ്മെല്ലും മണവും സോഫ്റ്റും കിട്ടും. ഇനി നമ്മൾ ആ റൈസ് അതിൽ ഫുള്ള് സെറ്റ് ചെയ്യുകയാണ്. അത് ഫുൾ റൈസും അതിൽ നിറയ്ക്കുകയാണ്. നമ്മൾ ഫുൾ റൈസും നിറച്ച് കഴിഞ്ഞു. ഇനി അവസാന ഇൻഗ്രീഡിയൻസായി ചേർക്കാൻ പോവുകയാണ്. ആദ്യം അല്പം നെയ്യ് ഒഴിക്കുകയാണ്. നമ്മൾ വറവ് ഇട്ടൊന്ന് ഫില്ല് ചെയ്യുകയാണ്. അല്പം പനനീർ കലക്കി വെച്ചിരുന്നത് നമ്മളതിൽ കുടഞ്ഞ് നല്ല മണം ഉണ്ടായിരിക്കും ബിരിയാണിയുടെ. എന്നിട്ട് നമ്മളിതാ കുക്കർ അടച്ചു വെച്ചു. 40 മിനിറ്റാണ് ഈ കുക്കിംഗ് ടൈം. ഓക്കെ, നമ്മുടെ 40 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനിത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പോവുകയാണ്. ഓക്കെ, വാവ്, അടിപൊളി മണം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇനി നമ്മളിതാ നമ്മുടെ ദം ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ ദം ബിരിയാണി. അത് അടിപൊളിയല്ലേ? ഇത് നമുക്കിനി കഴിച്ചാലോ? ഞങ്ങളിൽ കുറച്ച് പേർക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതിനാൽ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു വീഡിയോ എടുത്തു. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ നിങ്ങളോടെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അടുത്തതായി ഞങ്ങളൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവുകയാണ്.
എന്താണെന്ന് അറിയണ്ടേ? അരിമാവിൻ്റെ ദോശയാണ്. അത് കലക്കുക ചുടുക എന്ന ആശയവുമായി ഞങ്ങൾ വരുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വക നന്ദി, നമസ്കാരം.